ചികിത്സാ പിഴവിനെ തുടർന്ന് പയ്യന്നൂരിലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെയും മൊഴി രേഖപ്പെടുത്തി. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത്. കേസിൽ പ്രതിയായ ഡോക്ടർ അഞ്ജലി പൊതുവാളിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CK വിജയൻ വിവരങ്ങളുമായിട്ട്. വിജയൻ, 1.5 വയസ്സുകാരൻ്റെ മരണം വലിയ ആഘാതമാണ് ആ കുടുംബത്തിനും മാത്രമല്ല സമൂഹത്തിനാകെയും വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഏത് നിലയിലാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഇതിൻ്റെ പ്രാഥമികമായ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ കുടുംബ അംഗങ്ങളുടെ മൊഴിയാണ് പോലീസ് ആദ്യം രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഈ 2 ഡോക്ടർമാരുടെയും, അതായത് പ്ലാസ്റ്റിക് സർജൻ്റെയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പീഡിയാട്രീഷ്യൻ്റെയും, ഇവരുടെ 2 പേരുടെയും മൊഴികളെടുത്തു. ഈ 2 പേരെ ഉൾപ്പെടെ അഞ്ജലി പൊതുവാളിൻ്റെ ഒപ്പം ഈ 2 ഡോക്ടർമാരെയും കൂടി പ്രതി ചേർക്കണം എന്നായിരുന്നു കുടുംബാംഗങ്ങളുടെ ആവശ്യം. അതിൻ്റെ കൂടി മുന്നോടിയാണ് അവർക്ക് ഈ സംഭവത്തിൽ ഏതെങ്കിലും രീതിയിൽ പങ്കുണ്ടോ എന്നുകൂടി ആരായുകയാണ് പോലീസ് ഈ മൊഴിയെടുക്കലിലൂടെ ചെയ്തിട്ടുള്ളത്. അവർക്ക് പങ്കുണ്ട് എങ്കിൽ ഈ അഞ്ജലി പൊതുവാളിനൊപ്പം തന്നെ ഈ ഡോക്ടർമാരെയും കൂടി, ആശു ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെയും കൂടി പ്രതി ചേർക്കുകയും ചെയ്യും. ഏതായാലും അതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട പോലീസിൻ്റെ നടപടിക്രമമാണ് ഇന്ന് രാവിലെയോടുകൂടി പൂർത്തിയായത്. കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. മറ്റ് 2 ഡോക്ടർമാരുടെ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജൻ, പീഡിയാട്രിക് ഡോക്ടർ, ഈ 2 പേരുടെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ മൊഴി പരിശോധിച്ചതിന് ശേഷം ഇവർ ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ടോ ഇവരുടെ നടപടികൾ എന്ന് പോലീസ് പരിശോധിക്കും. അങ്ങനെ വന്നാൽ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇവരുടെ ഇടപെടലുണ്ട് എന്ന് കണ്ടാൽ അവരെ കൂടി ആ കേസിൽ പ്രതി ചേർക്കുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ അഞ്ജലി പൊതുവാളിനോട് ഇന്ന് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് ഉണ്ട്. FIRൽ അവരുടെ പേരുണ്ട്. അവരുടെ മൊഴിയെടുത്തതിന് ശേഷം ബാക്കി നടപടികളും ഉണ്ടാകും. ഏതായാലും ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ DMOയ്ക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോഴേക്കും ഏതാണ്ട് DMOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയും വിദഗ്ധ സംഘത്തിൻ്റെ നിയമനം പൂർത്തിയാകും. അത് 17-ാം തീയതി അവർ യോഗം ചേരുകയും ചെയ്യും. ഈ രീതിയിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നത്.